കൊറോണ വാക്സിനെ കുറിച്ച് പിന്നീട് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ? കൊറോണ വാക്സിൻ ചെയ്ത ആളുകൾക്ക് എന്തോ സംഭവിച്ചു എന്ന പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ പിന്നീട് അതിനെക്കുറിച്ച് വന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ എന്താണ്? അങ്ങനെ കൊറോണ എടുക്കൽ നിർബന്ധമാണെന്ന് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടില്ല. എന്താ അങ്ങനെ അവർ കുറ്റം പറയണ്ട? അത് അവരെ പഠനത്തിൽ വന്ന അപാകതയാണ്. ഈ അപാകത അമ്പിയാക്കൾക്ക് ഉണ്ടാവില്ല. അമ്പിയാക്കൾക്ക് ഒരിക്കലും പഠനവും അവർക്കില്ല. അവർക്ക് ദൈവികമായ ഓർഡറുകൾ ഇട്ട് കൊടുക്കുകയാണ്. ആ ഓർഡർ അനുസരിച്ച് ചെയ്താൽ ഇത് 1000 കൊല്ലം പഠിച്ചിട്ട് എത്തിച്ചേരാൻ കഴിയാത്ത കാര്യമാണ്. ഈ ഓർഡറിലൂടെ സമൂഹത്തിന് ലഭിക്കുക. സമൂഹത്തിനത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം, അല്ലമൽ ഇൻസാന മാ ലം യഅലം. അതിന്റെ അർത്ഥം എന്താ? അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യന് അറിഞ്ഞിട്ടില്ലാത്തത് പഠിപ്പിച്ചു. എന്ത്? മനുഷ്യന് ഒരു കാലത്തും അറിവ് നേടാനാവാത്ത കാര്യം മനുഷ്യന് പഠിപ്പിച്ചു. സാധനം ഇങ്ങനെ ഇട്ടാൽ താഴേക്ക് വരും. ഇതിനിപ്പോ ഇത് നബി പറയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? ഇപ്പൊ നബി പറയണം. ഇനി ഇതിന്റെ കണ്ടെത്തൽ തർക്കം വന്നു. അനവധി നൂറ്റാണ്ടുകൾ ഇതെങ്ങനെ മേലെ പിടിച്ചു. എന്താ സാധനം ഇട്ടപ്പോൾ താഴേക്ക് വരാനുള്ള കാരണം എന്താ? ഭൂമിക്ക് ഗുരുത്വാകർഷണ കേന്ദ്രമുണ്ട്. ഭൂമിയുടെ ഗുരുത്വാകർഷണമാണ് കേന്ദ്രം. മനസ്സിലായില്ലേ? ആ ഗുരുത്വാകർഷണമാണ് എന്തുണ്ടായത്? മുകളിലേക്ക് ഇട്ടപ്പോൾ താഴേക്ക് വന്നത്. പുതിയ പഠനം വന്നിട്ടുണ്ട്. അതല്ല, പുതിയ പഠനം വന്നിട്ട് ഗുരുത്വാകർഷണത്തിന് ആവശ്യമില്ല. മേലേക്കിട്ട വസ്തു താഴേക്കിട്ടണമെങ്കിൽ താഴേക്ക് വരാൻ ഗോളത്തിന് ഗുരുത്വാകർഷണ ആവശ്യമില്ല എന്ന് പുതിയ പഠനം വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞു. ഗുരുത്വാകർഷണത്തിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോയാലും മേലെ കിട്ടാൻ താഴേക്ക് വരാം. പുതിയ പഠനം വന്നിട്ടുണ്ട് ലോകത്ത്. മനസ്സിലായില്ലേ? പറയും ഇതിലൊന്നും അവർ തെറ്റല്ല. എന്തുകൊണ്ട്? അതൊക്കെ അക്കാദമിക്കൽ പഠനങ്ങളാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? എന്നാൽ അമ്പിയാക്കൾ ലോകത്ത് കൊടുത്ത വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് ശരിയായ വിജ്ഞാനം. ഈ ശരിയായ വിജ്ഞാനത്തിലേക്ക് മനുഷ്യർ എത്തുന്നതിന് മുമ്പ് ഒരുപാട് അബദ്ധങ്ങൾ മനുഷ്യരെ എഴുന്നള്ളിക്കും. പിന്നെ മനുഷ്യന് ജനിറ്റിക്കായ ചില എററുകൾ ഉണ്ടാവും. മനുഷ്യൻ ലൈഫാണ്, കുലിക്കൽ ഇൻസാൻ ലൈഫ. അപ്പോൾ ഈ വിശ്വാസ മനുഷ്യനെ നേരെയാക്കും. അതേസമയത്ത് അതിൻ്റെ റൂട്ട്സ് മനുഷ്യന് ഈ ദുനിയാവിൽ കണ്ടെത്താനായിട്ട് കഴിയില്ല. തിരിഞ്ഞിട്ടില്ല. റൂട്ട്സ്, ഏതൊരു കാര്യത്തിൻ്റെയും റൂട്ട്സ് കണ്ടെത്തുക എന്നതാണ് ശാസ്ത്രം. ഡിവൈൻ ഓർഡറുകൾക്ക് റൂട്ട്സിനെ കണ്ടെത്താൻ പലപ്പോഴും കഴിയില്ല. ഏത് റൂട്ടിലാണ് ഈ ഭൗതികമായ ലോകത്ത് ഏത് റൂട്ടിലാണ് അതിൻ്റെ ആധാരങ്ങൾ എന്നത് കണ്ടെത്താൻ ഭൗതികതക്ക് പലപ്പോഴും കഴിയില്ല. പക്ഷെ അതിൻ്റെ ഉത്തരം ശരിയായിരിക്കും. ആ റൂട്ട് നമുക്കോട്ട് കിട്ടൂല. റൂട്ട് നബി പഠിപ്പിച്ചിട്ടുമില്ല. നബി, മനസ്സിലായില്ലേ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിക്കാൻ നബിയെ ഏൽപ്പിച്ചിട്ടുമില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞത്? നിങ്ങൾ വളരെ ഇത് ചിന്തിക്കണം. അമ്പിയാക്കന്മാരെ വിജ്ഞാനം ശരിയായ വിജ്ഞാനങ്ങൾ. ഉദാഹരണം, മലമൂത്ര വിസർജന സമയത്ത് ഇടഭാഗത്തേക്ക് ചാരാൻ പുണ്യ റസൂൽ പഠിപ്പിച്ചു. പുതിയൊരു പഠനം വന്നു സങ്കല്പിക്കുക. വലഭാഗത്ത് ചാരാനല്ലേ? എന്നാലോ നിങ്ങൾ എവിടെത്തും?
നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? ഇനിയുടെ രണ്ട് കാര്യം ഉണ്ടാവും, ഒന്ന് വിശ്വാസി, ഒന്ന് വിശ്വാസമില്ലാത്തവൻ. വിശ്വാസി ഇടഭാഗത്തേക്ക് തന്നെ ചാരും, ജനം മുഴുവൻ അവനെ ആക്ഷേപിക്കും, എന്നാലും ഇടഭാഗത്ത് കയറും. കാരണം ഇതിലെന്തുണ്ടാവില്ല, തെറ്റുണ്ടാവില്ല. ഈ ഒരു കാലയളവിൽ ശാസ്ത്രകാരന്റെ ചോദ്യത്തിന് അഭിമുഖീകരിക്കാൻ ഇവനോട് കഴിയൂല. ശാസ്ത്രകാരൻ ആദ്യം പറയും എന്ത്, ഇടഭാഗത്തേക്ക് ചാരുന്നതാണ് നല്ലത്. അപ്പൊ നമ്മൾ പറയും, വലിയ വയലുകൾ പറയും എന്ത്, ഇതാ ഇടഭാഗത്തേക്ക് ചാരുന്നതാണ് നല്ലത് എന്ന് ഇതാ ബർട്രാൻഡ് റസ്സൽ കണ്ടുപിടിച്ചു. പറയാ അല്ല, ഇതാണെന്നല്ല പറയാ, ഇതാ ഈ ഭാഗത്തേക്ക് ചാരുന്നതാണ് ഗുണമുള്ളത് എന്ന് ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ പറഞ്ഞു കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു കാലത്ത് വയറെന്ന് പറയാൻ വലിയ സുഖം ഉണ്ടാവും. ആ വയറ് കഴിഞ്ഞാൽ പിന്നെ പള്ളി കമ്മിറ്റിയൊക്കെ നല്ല പൈസയും കൊടുത്ത് നല്ല ചോറും കൊടുത്ത് നന്നായി എന്താണ് ഇത്തരം ശാസ്ത്രങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് നിങ്ങളെപ്പോലത്തെ ഉസ്താദ്മാരെ കഴിവാണ് എന്നൊക്കെ പറയും. പിറ്റത്തെ കൊല്ലം ശാസ്ത്രം എന്ത് പറയും, അതിനല്ല നല്ലത് വൽഭാഗത്തേക്ക് ചാരിയിരിക്കലാണല്ലേ, കണ്ടുപിടിച്ചാലോ. എന്താ നമ്മൾ ചെയ്യാം? ആദ്യം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഖുലിഖൽ ഇൻസാനു ദഈഫാ, ഇതാദ്യം പഠിക്കണം. 25 കൊല്ലം കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുന്നു, കക്കൂസിന്റെ ക്ലോസറ്റുകൾക്ക് 2 സൈഡിൽ പിടുത്തം വരാൻ സാധ്യതയുണ്ട്. അവർ 2 സൈഡിൽ പിടിച്ചിരുന്നത് ഇങ്ങനെ ഇരിക്കലാണ് ഒന്നും കൂടെ ഫലം പോകാൻ ഏറ്റവും നല്ലത് എന്നായിരിക്കും പിന്നെ കണ്ടുപിടിക്കുക. അതിന് അനുഗുണമായ ക്ലോസറ്റുകളും വരും ചിലപ്പോൾ. അങ്ങനെ കണ്ടുപിടിച്ചാൽ ഞാൻ പിടിക്കുന്നു പറയല്ല, അതും എന്താണ് അതെന്താണ് ശാസ്ത്രകാരന്റെ അന്നത്തെ അബദ്ധം. ഇനി വേറൊരു കാലത്ത് ശാസ്ത്രകാരൻ എന്ത് ചെയ്യുന്നറിയോ, ചിലപ്പോൾ എന്തായിരിക്കുന്നറിയോ, 2 സൈഡിലേക്ക് കക്കൂസിലിരിക്കുമ്പോൾ ആദ്യത്തെ പകുതിയിൽ മുന്നോട്ടും രണ്ടാമത്തെ പകുതിയിൽ പിന്നോട്ടും ഇരുന്ന് നെളിയലായിരിക്കും നല്ലതെന്ന് കണ്ടുപിടിച്ചാലോ. അതിനനുസരിച്ച് ക്ലോസറ്റുകൾ വരും. അപ്പൊ വേറെ നമ്മൾ എന്താ പറയാ, അത് അന്നത്തെ ശാസ്ത്രത്തിന് അബദ്ധമാണ്. ശാസ്ത്രകാരനാരാ, ഖുലിഖൽ ഇൻസാനു ദഈഫൻ. ദൈവികമായ വിജ്ഞാനങ്ങളിലൂടെ അല്ലാതെ ശരിയെ പ്രാപിക്കാൻ മനുഷ്യന് ഒരിക്കലും കഴിയില്ലാന്ന് കണ്ടെത്തണം. അപ്പോൾ ഇടഭാഗത്തേക്ക് തിരിയണമെന്ന് ശാസ്ത്രം പറഞ്ഞത് ശരി, പക്ഷെ അത് അക്കാലത്തെ ശാസ്ത്രത്തിന്റെ അബദ്ധം. പറഞ്ഞത് ശരിയാ, പക്ഷെ ശരിയെ യഥാർത്ഥമായി കണ്ടെത്തിയാണെങ്കിൽ ശാസ്ത്രം അടക്കണ്ടേ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അത് അന്നത്തെ ശാസ്ത്രത്തിന്റെ അബദ്ധം. പറഞ്ഞത് ശരിയാണ്, പക്ഷെ അതാ അവിടെയും പിന്നെയും പഠിച്ചുകൊണ്ടേയിരിക്കും ശാസ്ത്രം. പിന്നെ പല ഭാഗത്തേക്കായി, പിന്നെ ബാക്കിലേക്കായി ഇങ്ങനെ കറങ്ങും. എന്തുകൊണ്ട്? മനുഷ്യരാരാണ്? ദുർബലനാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫൻ. മനുഷ്യന് അള്ളാഹുവിന്റെ സഹായം ഇല്ലാതെ പൂർണ്ണമായ വിജ്ഞാനത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്ന് മനുഷ്യൻ ധരിക്കുന്നത് മനുഷ്യന്റെ ഒരു മൗഢ്യമാണ്.